ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ വിദ്യാർത്ഥി സഹപാഠി സുഹൃത്തുക്കളെ, ഏവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അള്ളാഹുവിലെ പ്രതീക്ഷ എന്നതാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിലുടനീളം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുക എന്നത് അനിവാര്യമാണ്. ഈ ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ജീവിതത്തിൽ പലപ്പോഴും എന്തുകൊണ്ടാണ് അള്ളാഹു എനിക്ക് മാത്രം ഈ പരീക്ഷണം തരുന്നത്, അല്ലെങ്കിൽ എന്നെ മാത്രം എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന ചിന്തയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് വെച്ചിട്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ടതും ഒരു മാനുഷിക പരിഗണന പോലുമില്ലാതെ ചന്തയിൽ വിൽക്കപ്പെട്ടതും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതും, നൂഹ് നബി അലൈഹിസ്സലാമിനെ കളവ് പറയുന്നവനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടതും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന വേളയിൽ കൊടിയ പീഡനങ്ങളും കല്ലേറുകളും അനുഭവപ്പെട്ടതും ഒക്കെ ഈ ദുനിയാവിൽ വെച്ചിട്ടാണ്. ഇവരൊക്കെ അള്ളാഹുവിനോട് ഒരുപാട് അടുത്ത ആളുകളായിട്ട് പോലും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. നാം പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹുവിന് എന്നെ ഇത്ര ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു എനിക്ക് സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ തരുന്നില്ല, എന്തുകൊണ്ട് അള്ളാഹു മറ്റുള്ളവരെ പോലെ നല്ല നിമിഷങ്ങൾ നമുക്ക് തരുന്നില്ല, നല്ല മൊമെൻറ്റ്സ് നമുക്ക് തരുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിനൊരു മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് പ്രവാചകന്മാരാണ്. കൂടാതെ ഒരുപാട് മഹാന്മാരും വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. അള്ളാഹുവിന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ പരീക്ഷണത്തിൽ നാം വിജയിക്കുന്നതനുസരിച്ചാണ് നാളെ വിധി നിർണയ സമയത്ത് നമ്മളുടെ സ്ഥാനം തീരുമാനിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായും മനുഷ്യനെ നാം ക്ലേശങ്ങളിലായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ അല്ലാഹു തആല ഈ ദുനിയാവ് അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ പരീക്ഷണങ്ങൾ വെച്ചിട്ടാണ്. ഈ പരീക്ഷണങ്ങളിൽ നാം വിജയിക്കുന്നതനുസരിച്ചായിരിക്കും നാളെ നമ്മളുടെ ഓരോ പ്രതിഫലവും തീരുമാനിക്കുന്നത്. നാം പലപ്പോഴും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാറുണ്ട്, അയാൾക്ക് എൻ്റെ അത്ര പരീക്ഷണങ്ങളില്ലല്ലോ, എന്നെക്കാളും കുറച്ചുകൂടി എളുപ്പമാണല്ലോ നമ്മൾ പലപ്പോഴും പറയാറുണ്ടാവും. പക്ഷേ നാം അറിയാത്ത എന്ത് പരീക്ഷണമാണ് അവരിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. ഓരോ വിഷമഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ഓരോ സത്യവിശ്വാസികളെ പിടിച്ചു നിർത്തുന്നത് അവൻ അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ മാത്രമാണ്. അതിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഫലസ്തീനിലെ ജനങ്ങൾ. അവർക്ക് അള്ളാഹുവിലുള്ള പ്രതീക്ഷ അത്ര ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അവസ്ഥയിലും അവർ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അധൈര്യപ്പെടുകയും അരുത്, വ്യസനിക്കുകയും അരുത്. തീർച്ചയായും നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ, നിങ്ങൾ സത്യവിശ്വാസികളായിരുന്നുവെങ്കിൽ. അല്ലാഹു തആല പറയുന്നത്, എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും പരാജയപ്പെടുമ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ അതോർത്ത് വ്യസനിക്കുകയോ അല്ലെങ്കിൽ ആകെ ദുർബലരാവുകയോ ചെയ്യരുത്. നിങ്ങൾ ധൈര്യത്തോടെ മുന്നേറുക. നിങ്ങൾ സത്യവിശ്വാസികളായിരിക്കുന്നിടത്തോളം കാലം ഇഹത്തിലും പരത്തിലും ഏറ്റവും ഉന്നത സ്ഥാനമുള്ളവർ നിങ്ങൾ തന്നെയാണെന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മളുടെ വിശ്വാസത്തിൽ കളങ്കമില്ലാത്തിടത്തോളം കാലം നാം ഭാവി ഓർത്ത് പേടിക്കേണ്ടതില്ല എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സുഹൃത്തുക്കളെ, നാം ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒരംശം പോലും സംശയിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈ. എൻ്റെ കാരുണ്യം ഈ ലോകത്തിലെ സർവ്വ വസ്തുക്കളെയും വിശാലമാക്കപ്പെട്ടിരിക്കുന്നതാണ് അള്ളാഹു പറയുന്നത്.
സൂറത്തുൽ സുമറിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നബിയെ പറയുക, പാപങ്ങളും ഒരുപാട് കുറ്റങ്ങളും വഴി സ്വന്തം ശരീരത്തോട് തന്നെ തെറ്റ് ചെയ്തു വെച്ച മനുഷ്യന്മാരോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ സംശയിക്കരുത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ, തീർച്ചയായും അള്ളാഹു പാപങ്ങൾ മുഴുവൻ പൊറുക്കുന്നവനാകുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ തന്നെയാണ് അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമുള്ളവൻ എന്നാണ് അള്ളാഹു താല പറയുന്നത്. ഈ ഒരു ആയത്ത് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്ന, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാർക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരായത്താണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വശത്താലും തൻ്റെ വിഷമങ്ങൾ കൊണ്ട് നിരാശപ്പെടേണ്ട ഒരാവശ്യമില്ല. അള്ളാഹു താല അതിനുള്ള എല്ലാ കൂലികളും അള്ളാഹു നാളെ പരലോകത്ത് വെച്ചിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് അള്ളാഹു താല പറയുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാലൂൻ, ആരാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുക? സത്യനിഷേധികളല്ലാതെ. അതായത് സത്യനിഷേധികൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷയിലും നിരാശപ്പെട്ടു പോകുന്നത്. സത്യവിശ്വാസികൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാൻ പാടുള്ളതല്ല. ഇനി നമ്മൾ അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമോ എന്ന നിരാശ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അള്ളാഹുവിനോടുള്ള തെറ്റായ ധാരണകൾ ഉണ്ടാക്കാനും നമ്മളുടെ ഭാവിയെ അപകടത്തിലാക്കാനും അത് സാധ്യതയുണ്ട്. അള്ളാഹു താല പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന ഇൻദല്ലാഹി അബ്ദി ബി, എൻ്റെ അടിയാന്മാർ എന്നെപ്പറ്റി എന്താണോ ധരിക്കുന്നത് അതായിരിക്കും ഞാൻ. അതായത് ഒരു മനുഷ്യൻ അള്ളാഹു താല ദുആ ചെയ്യുമ്പോഴും ഏത് പ്രശ്നങ്ങളിലും ഏത് സന്ദർഭത്തിലും അള്ളാഹു താല എന്നെ രക്ഷിക്കും അല്ലെങ്കിൽ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ മേലുണ്ടാവുന്നതാണ്. പക്ഷേ ഇത് നേരെ മറിച്ചാണെങ്കിൽ, അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്ക് ലഭിക്കുകയില്ല, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മുഴുവൻ നിരാശയാണെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ ജീവിതവും നിരാശയിലായിരിക്കാം. സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ടത് ഏതൊരവസ്ഥയിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലോ അള്ളാഹുവിൻ്റെ പ്രതീക്ഷയിലോ നമ്മൾ നിരാശപ്പെടരുത്. എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുക, അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു പുറത്തു തരാത്തതായിട്ട് ഒന്നുമില്ല. ദുആ ചെയ്യുമ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് വിഷമഘട്ടങ്ങളിലും അള്ളാഹുവിനോട് ചോദിക്കാനും അള്ളാഹുവിനോട് പ്രതീക്ഷ അർപ്പിക്കാനും നാം ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.